എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. ഇന്ന് നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുക. അരിത്മാറ്റിക് മീൻ്റെ മറ്റ് ക്ലാസ്സുകൾക്ക് വേണ്ടിയും ഒപ്പം തന്നെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയും നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം: എ മാർക്കറ്റ് വിത്ത് 236 ഫേം ഹാവ് ദ ഫോളോവിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഇൻകം ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് 236 ഫെയിംസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 236 കമ്പനികൾ ഹാവ് ദി ഫോളോവിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ്. അപ്പോൾ അതിൽ എത്ര വർക്കേഴ്സ് ഉണ്ട്, അവരുടെ ആവറേജ് നമ്പർ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഇൻകം ഗ്രൂപ്പ് ബേസിലാണത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഇൻകം എന്ന് പറയുന്നത് 300 മുതൽ 600 വരെ അല്ലേ, 300 മുതൽ 600 വരെ ഇൻകം കിട്ടുന്നവർ. അതിൽ 80 ഫേമുണ്ട്. ആ 80 ഫേമിൽ 16 വർക്കേഴ്സ് ആവറേജ് വർക്കേഴ്സ് ഉണ്ട്. 16 ആവറേജ് വർക്കേഴ്സ്. അങ്ങനെ 80 ഫേമുകളുടെ കേസ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ 600 മുതൽ 1000 വരെ ഇൻകം കിട്ടുന്നതാണെങ്കിൽ 64 ഫേമുകൾ ആവറേജ് 24 വർക്കേഴ്സ് വെച്ചുണ്ട്. അതായത് ഈ 64 ഫേമിൻ്റെ ആവറേജ് വർക്കേഴ്സിൻ്റെ എണ്ണമാണ് 24 എന്ന് പറയുന്നത്. അതായത് 600 മുതൽ 1000 വരെ ഇൻകം ഏൺ ചെയ്യുന്ന വർക്കേഴ്സ്. 1000 മുതൽ 1600 വരെ ഇൻകം ഏൺ ചെയ്യുന്ന 52 ഫേമുകളിലായിട്ട് 15 വർക്കേഴ്സ് ഉണ്ടല്ലേ. അതായത് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഫ്രീക്വൻസി നേരിട്ട് തരുന്നതിന് പകരം ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ് പറഞ്ഞിരിക്കുന്ന ആവറേജ് വർക്കേഴ്സാണ് അല്ലേ, ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. അതും നമ്പർ ഓഫ് ഫേംസും കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് 300 മുതൽ 600 വരെ ഇൻകം ഏൺ ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അതായത് ഫേംസിൻ്റെ എണ്ണം കൊണ്ട്, എത്ര കമ്പനിയാണോ അതിൻ്റെ എണ്ണം കൊണ്ട് നമുക്ക് അതിലെ ആവറേജ് വർക്കേഴ്സിൻ്റെ എണ്ണം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. ആ രീതിയിലായിരിക്കണം ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കുക. ഇൻ ദിസ് പ്രോബ്ലം ഫ്രീക്വൻസീസ് ആർ നോട്ട് ഗിവൺ. ഫ്രീക്വൻസീസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. ദ ഫ്രീക്വൻസി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ് വിത്ത് ദി നമ്പർ ഓഫ് ഫേംസ്. അതായത് നമ്പർ ഓഫ് വർക്കേഴ്സ് 16, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേമിൻ്റെ എണ്ണം 80. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വേണം ഓരോന്നിൻ്റെയും ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി. നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻകം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ആദ്യം എടുത്തെഴുതുക. അതിനുശേഷം മിഡ് വാല്യൂ നമ്മൾ എഴുതണം അല്ലേ. അതായത് മിഡ് വാല്യൂ ആണ് ഇവിടെ എക്സ് ആയിട്ട് വരുന്നത് അല്ലേ. ഒരു കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് മിഡ് വാല്യൂ എഴുതേണ്ടതുണ്ട്. അതാണ് എക്സ് വരുന്നത്. 300-ൻ്റെയും 600-ൻ്റെയും അതിൻ്റെ കറക്റ്റ് മിഡിൽ പോർഷൻ വരുന്നത് 450 അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി 300-600 എന്ന് കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് എമൗണ്ട് എത്രയാണെന്നുള്ളത്, അതിൻ്റെ മിഡിൽ വാല്യൂ എത്രയാണെന്നുള്ളത് കിട്ടും. ഇനി നമ്പർ ഓഫ് ഫേംസ് നമുക്ക് 80 ഫേമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആദ്യത്തെ കേസിൽ 300 മുതൽ 600 വരെ ഇൻകം ഏൺ ചെയ്യുന്ന 80 ഫേമുകളിലായിട്ട് 16 ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ലേ. അപ്പോൾ 80 എന്നുള്ളത് നമ്മൾ നമ്പർ ഓഫ് ഫേംസ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഒരു കോളം കൂടി കൊടുക്കണം. ദെൻ നമ്പർ ഓഫ് വർക്കേഴ്സ് കൊടുക്കണം. അതായത് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്തെഴുതുകയാണ് അല്ലേ. 80ഉം 16ഉം അങ്ങനെ എടുത്തെഴുതുന്നു. ഇനിയാണ് നമ്മൾ എഫ് കണ്ടുപിടിക്കുക, അത് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഈ ഒരു ഫ്രീക്വൻസിയാണ് നമ്മുടെ ക്വസ്റ്റിനിൽ നേരിട്ട് തരാത്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫേമിൻ്റെ എണ്ണത്തെ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് വർക്കേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. 1280 കിട്ടും. രണ്ടാമത്തെ കേസിൽ 64 × 24 അല്ലേ, 64ഉം 24ഉം. അപ്പോൾ ഇതുപോലെ ഫ്രീക്വൻസി നേരിട്ട് തന്നിട്ടില്ല എങ്കിൽ, ഇപ്പോൾ ഫേമിൻ്റെ എണ്ണവും ആവറേജ് വർക്കേഴ്സിൻ്റെ എണ്ണമൊക്കെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഫേമിനെ ആവറേജ് വർക്കേഴ്സ് കൊണ്ട് അതിൻ്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ്, ഇത് ഉദ്ദേശിക്കുന്ന ഇത്ര ഉള്ള 80 ഫേമുകളായിട്ട് 16 ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ 80 × 16 എത്ര മൊത്തം വർക്കേഴ്സ് ഉണ്ട് അവിടെ? 80 ഫേമുകളായിട്ട് 1280 വർക്കേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എഫ് എക്സ് കണ്ടുപിടിക്കണം അല്ലേ. എഫ് ഇൻറ്റു എക്സ് അല്ലേ. 1280 ഇൻറ്റു എക്സ് ഏതായിരുന്നു? മിഡിൽ വാല്യൂ അല്ലേ, മിഡ് വാല്യൂ. 1280 ഇൻറ്റു 450 5,76,000. അപ്പോൾ അതുപോലെ ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നു അല്ലേ. എഫിനെയും ഒപ്പം തന്നെ എക്സിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഫ് എക്സ് കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുന്നു. അതാണ് സിഗ്മ എഫ് എക്സ്. അതുകൂടാതെ ഫ്രീക്വൻസിയുടെ കോളം ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ടോട്ടൽ ചെയ്യും. അതാണ് എൻ എന്ന് പറയുന്നത്. ഇനി സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ അല്ലേ. ഈ ടോട്ടൽ ഡിവൈഡഡ് ബൈ എൻ, ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ. അപ്പോൾ നമുക്ക് 1290.96 കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത് അല്ലേ. അരിത്മാറ്റിക് മീൻ ആയിട്ട് വരുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ അരിത്മാറ്റിക് മീൻ ഫ്രം ദി ഫോളോവിങ് ഡാറ്റ. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസും നമ്പർ ഓഫ് ഡേയ്സും, എത്ര ദിവസമാണ്, എത്ര മുതൽ എത്ര വരെ ടെമ്പറേച്ചറാണ് കാണിച്ചതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രീക്വൻസി. ഇവിടെ ഫ്രീക്വൻസി നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. ഇനി -42 to -30 വരെ. അപ്പോൾ മൈനസ് സംഖ്യ വരുന്നു എന്ന് മാത്രമേ ഇവിടെ വരുന്നു ഒരു പുതിയതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്.
അപ്പോൾ -42 -30 എന്ന് പറയുമ്പോൾ അതിൻ്റെ മിഡിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? -35 ആയിരിക്കും അല്ലേ? അതായത് -40ക്കും -30ക്കും ഇടയിൽ വരുന്നത് -35. അടുത്ത -30ക്കും -20ക്കും ഇടയിലാണെങ്കിൽ അത് -25, -20ക്കും -10നും ഇടയിലാണെങ്കിൽ -15, -10നും 0ക്കും ഇടയിലാണെങ്കിൽ -5 അല്ലേ? ഇനി 0 to 10 ആണെങ്കിലോ അതിൻ്റെ ഇടയിലുള്ളത് 5 അല്ലേ? +5. 0 to 10 to 20 ആണെങ്കിൽ 15, 20 to 30 ആണെങ്കിൽ 25 അല്ലേ? മിഡ് വാല്യൂ നമുക്ക് ഈ മൈനസ് സംഖ്യകൾക്കിടയിലുള്ള സംഖ്യ അത് നമുക്ക് 2 മൈനസ് ആണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള സംഖ്യ മൈനസ് തന്നെയായിരിക്കും അല്ലേ? അതിൻ്റെ മിഡ് വാല്യൂ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത് ഓർത്തിരുന്നാൽ മതി. ബാക്കിയുള്ള കേസുകൾ സാധാരണ പോലെയാണ്. നമ്മൾ ഫ്രീക്വൻസി എടുത്തെഴുതി എഫിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് FX കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്കിവിടെ -35 × 10 എത്രയാണ്? -350 ആണല്ലേ? മൈനസിനെ പ്ലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മൈനസാണ് ചിഹ്നം വരുന്നത് അല്ലേ? അപ്പോൾ 350 വരും. അപ്പോൾ 350 ഇവിടെ ഒരു മൈനസ് ഉണ്ട്, -700 ഉണ്ട്, -430 ഉണ്ട്, -450 അല്ലേ? -210 ഉണ്ട് അല്ലേ? ഇത്രയും കാര്യങ്ങൾ, ഇത്രയും മൈനസുകൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കണം അല്ലേ? അപ്പോൾ നമുക്കത് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് എഴുതി വയ്ക്കുക. -1710, ദെൻ 325, 2700, 250 ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് സംഖ്യ 3275 കിട്ടും അല്ലേ? അപ്പോൾ 3275 ഇത് നമ്മൾ ഡിഫറൻസ് കണ്ടിട്ട് വലിയ സംഖ്യ പ്ലസ് ചിഹ്നം കൊടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് 1565 ഈ വരുന്നത്. അപ്പോൾ σfx ഡിവൈഡ് ബൈ n 1565 ഡിവൈഡ് ബൈ 365 നമുക്ക് 4.29 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ അത് മറ്റൊരു രീതിയിലുള്ള പ്രോബ്ലമാണ്. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് ഫ്രീക്വൻസി ഫ്രം ദി ഫോളോവിങ് ഇഫ് അരിത്തമാറ്റിക് മീൻ ഈസ് 34. അപ്പോൾ ഇവിടെ നമുക്ക് അരിത്തമാറ്റിക് മീൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 34. എക്സ് ബാർ നമുക്ക് തന്നിട്ടുണ്ട്. 34 ആണ്. ഇനി നമുക്ക് നോക്കാം ഫ്രീക്വൻസിയുടെ കേസിൽ ആദ്യത്തെ 5, 10, 20 തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഫ്രീക്വൻസി മിസ്സിംഗ് ആണല്ലേ? ബാക്കിയുള്ള കേസിൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മിസ്സിംഗ് ആയിട്ടുള്ള ഈ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ഫ്രീക്വൻസി ഫ്രം ദി ഫോളോവിങ്. അപ്പോൾ അങ്ങനെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയും നിങ്ങളോട് ചോദിച്ചേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അരിത്തമാറ്റിക് മീൻ എത്രയാണെന്നുള്ള ആൻസർ തരും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മൾ സാധാരണ പോലെ ഒരു ടേബിൾ തയ്യാറാക്കുക, മാർക്സ് എഴുതുക, അതിൻ്റെ മിഡ് വാല്യൂ എഴുതുക, അതിനുശേഷം ഫ്രീക്വൻസി തന്നിരിക്കുന്ന ഫ്രീക്വൻസി എന്താണോ അത് അതുപോലെ തന്നെ എഴുതുക അല്ലേ? 5, 15, 20 ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥലത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആ ഫ്രീക്വൻസി പകരം നമ്മൾ എന്ത് ചെയ്യും? എക്സ് എന്ന് എഴുതും അല്ലേ? അതായത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഐറ്റത്തിൽ നമ്മൾ എക്സ് എന്ന് എടുക്കുമല്ലോ അല്ലേ? അതുപോലെ നമ്മൾ എക്സ് എന്ന് ഇവിടെ എഴുതുകയാണ്. അതിനുശേഷം FX നമ്മൾ കണ്ടുപിടിക്കും. എഫിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കും. ഇവിടെ വരുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതണം, 35 × x എന്ന് പറയുമ്പോൾ 35x അല്ലേ? 35x എന്ന് തന്നെ അങ്ങനെ തന്നെ എഴുതണം. ദെൻ സാധാരണ പോലെ ബാക്കിയുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് ബാക്കിയുള്ള എമൗണ്ടുകളെല്ലാം തന്നെ ഇത്രയും എമൗണ്ടുകൾ 35x ഒഴികെ ബാക്കിയുള്ള എമൗണ്ടുകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2200 കിട്ടും പ്ലസ് 35x അങ്ങനെ വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ. 2200 പ്ലസ് 35x എന്ന് ഈ σfx എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെയും ബാക്കിയുള്ള എമൗണ്ടുകളെല്ലാം നമ്മൾ കൂട്ടിയെടുക്കുന്നു അല്ലേ? ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം കൂട്ടിയെടുത്തിട്ട് നമുക്ക് എത്ര വരും? 70 വരും. 70 പ്ലസ് എക്സ് എന്ന് വേണം നമ്മളിവിടെ ഈ എഫിൻ്റെ കോളത്തിൽ, അതായത് n കണ്ടുപിടിക്കാൻ വേണ്ടി ആ ടോട്ടലായിട്ട് എഴുതേണ്ടത് 70 പ്ലസ് എക്സ് എന്നും ആയിരിക്കണം. ഇനി നമുക്ക് ഇക്വേഷൻ കൊണ്ട് അപ്ലൈ ചെയ്താൽ മതി. ഇക്വേഷൻ എന്തായിരുന്നു? നമുക്ക് എക്സ് ബാർ ഈക്വൽ ടു σfx ഡിവൈഡ് ബൈ n എന്നായിരുന്നു അല്ലേ? അപ്പോൾ നമുക്കിവിടെ എക്സ് ബാർ തന്നിട്ടുണ്ടല്ലോ, തന്നിരിക്കുന്ന ഐറ്റം നമ്മൾ ആദ്യം കൊണ്ട് എടുത്ത് എഴുതും. ഈക്വൽ ടു 2200 പ്ലസ് 35x അല്ലേ? ഇതാണ് σfx ഡിവൈഡ് ബൈ 70 പ്ലസ് എക്സ് അല്ലേ? ഈ ഒരു 70 പ്ലസ് എക്സ്. അപ്പോൾ അത്രയും എഴുതിയതിന് ശേഷം നമ്മൾ ഇനി അടുത്തത് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണല്ലേ? ഇവിടെ 35x വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 70 പ്ലസ് എക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിവിഷൻ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെ ഈ ഒരു 70 പ്ലസ് എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഈക്വൽ ടുവിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ? ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം, അതിൻ്റെ ലെഫ്റ്റ് പോർഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇവിടെ 70 പ്ലസ് എക്സിനെ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലേ? അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ ഡിവൈഡ് ചെയ്തിരിക്കുക എന്തുകൊണ്ട് നമ്മൾ ഈ ഈക്വൽ ടുവിൻ്റെ ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 34ന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത് 34 × 70 പ്ലസ് എക്സ് എന്നല്ലേ? 70 പ്ലസ് എക്സ് ബ്രാക്കറ്റിലിടണം. 34 × 70 പ്ലസ് എക്സ് എന്നാണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ ഡിവിഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നത്. ഡിവിഷൻ ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിൽ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അതാണ് അതിൻ്റെ റൂള്. അങ്ങനെ റൂള് അത് തന്നെ മനസ്സിലാക്കിയിരിക്കുക. അതുകൂടാതെ നമുക്ക് അപ്പോൾ അങ്ങനെ 34 × 70 പ്ലസ് എക്സ് എന്നും ബാക്കി ഇവിടെ 2200 പ്ലസ് 35x അല്ലേ? അപ്പോൾ ഇങ്ങനെ വരും ഇക്വേഷൻ.
ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 34 ഇൻറ്റു 70 പ്ലസ് എക്സ് അല്ലേ, അത് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ബ്രാക്കറ്റിലുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 34 ഇൻറ്റു 70 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഇപ്പോൾ 2380 കിട്ടും. ദെൻ നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു സൈൻ പ്ലസ് സൈൻ എന്ന് നമ്മളിവിടെ ഇടണം. അതിനുശേഷം നമ്മൾ 34 ഇൻറ്റു എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് 34x എന്ന് കിട്ടും അല്ലേ. അതായത് 34നെ 70 കൊണ്ടും എക്സ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് ആ സൈൻ ഇടുകയും വേണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഐറ്റം വരുന്നതെന്ന് ഓർത്തിരിക്കുക. നമുക്ക് 2200 പ്ലസ് 35x വീണ്ടും ഇറക്കി എഴുതി. ഇനി നമുക്ക് ഇവിടെയുള്ള ഈ എക്സ് ചിഹ്നത്തെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. എക്സ് ഉള്ളതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയും എക്സ് കൂടെ ഇല്ലാത്ത സംഖ്യകൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റുകയാണ് അല്ലേ. അപ്പോൾ 2380 മൈനസ് ഇവിടെ 2200 പ്ലസ് സൈൻ ആണല്ലോ, അപ്പോൾ മൈനസ് 2200 എന്ന് എഴുതും. അതുപോലെ തന്നെ ഈ ഒരു 34xനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ മൈനസ് 34x എന്ന് വരും അല്ലേ. 35x മൈനസ് 34x എന്ന് വരും. അപ്പോൾ നമുക്ക് എക്സ് രണ്ടൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇത് തമ്മിലുള്ള വ്യത്യാസം ഒരു എക്സ് എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 180 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 180. എക്സിന് നമ്മൾ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? എക്സ് ഓഫ് മിസ്സിംഗ് ഫ്രീക്വൻസി ആയിരുന്നല്ലേ. അപ്പോൾ ഈ മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞത്, അപ്പോൾ മിസ്സിംഗ് ഫ്രീക്വൻസി എത്രയാണ്? 180 ആണല്ലേ. അപ്പോൾ 180 എന്നുള്ളത് ഇവിടെ നമുക്ക് എഴുതിയതിന് ശേഷം സാധാരണ പോലെ നമ്മൾ ഇവിടെ എക്സ് ബാർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര തന്നെ കിട്ടും? നമുക്ക് 34 തന്നെ കിട്ടും അല്ലേ. ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന 34 കിട്ടുകയും ചെയ്യും. നമുക്കത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കാതെ ഉറപ്പായിട്ട് നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ആ ഒരു പ്രോബ്ലം ഇത് ചെയ്ത് നോക്കണം. സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഓണാക്കി വീണ്ടും കേൾക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് എക്സാമിന് നന്നായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് കണ്ടിട്ട് അത് മനസ്സിലായി എന്നോർത്ത് ആരും എക്സാമിന് പോകരുത്. തീർച്ചയായിട്ടും നിങ്ങളത് എഴുതി തന്നെ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. സാധാരണ മാത്തമാറ്റിക്സൊക്കെ അങ്ങനെയാണ് പഠിക്കേണ്ടത് നമുക്കറിയാം. അപ്പോൾ അതുപോലെ അങ്ങോട്ട് പഠിച്ചാൽ മതി. ഇനി നമുക്ക് ഓപ്പൺ എൻഡഡ് സീരീസിൻ്റെ മറ്റൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ഓപ്പൺ എൻഡഡ് സീരീസിൽ ഫ്രം ദി ഫോളോവിങ് ഡാറ്റ കമ്പ്യൂട്ട് ദി അരിത്മാറ്റിക് ആവറേജ് ഓഫ് വേജസ്. നമുക്ക് ഇവിടെ വേജസിൻ്റെ അരിത്മാറ്റിക് ആവറേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ എൻഡഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ബിലോ 10, പിന്നെ 10, 30, 30, 60, 60, 100, പിന്നെ 100 ആൻഡ് എബോവ് അല്ലേ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിലോ 10 ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഓപ്പൺ എൻഡഡ് ആണ്. അതായത് നമുക്ക് ഒരു സൈഡിലല്ലേ, അതായത് 10ൻ്റെ തൊട്ടിപ്പുറമുള്ള ആ ഒരു ക്ലാസ് എത്രയാണ് നമുക്ക് അറിഞ്ഞുകൂടാ, ആ നമ്പർ അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും അവസാനം 100 ആൻഡ് എബോവ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. 100 തൊട്ട് എത്ര വരെ എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. ക്ലാസ് ഇൻ്റർവ്യൂടെ കംപ്ലീറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഓപ്പൺ എൻഡഡ് സീരീസ് എന്ന് പറയുക. ഇവിടെ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ് ഇൻ്റർവ്യൂ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. ഇവിടെ 10, 30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10, 30 തമ്മിലുള്ള ഡിഫറൻസ് 20 ആണല്ലേ. പിന്നെ ഇവിടെ 30, 60 എന്ന് പറയുന്നത് അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 30 ആണ്. അപ്പോൾ ആ ഡിഫറൻസുകൾ നമ്മൾ എടുത്ത് നോക്കണം. 60, 100 അത് എത്രയാണ് ഡിഫറൻസ്? 40 ആണല്ലേ. അതായത് നമുക്ക് ഇവിടെ ഓരോന്നും കൂടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ക്ലാസ് ഇൻ്റർവലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 20, 30, 40 ആ എങ്ങനെയാണ് പോകുന്നത് അല്ലേ. ഒരു ശ്രേണി, ഒരു പ്രോഗ്രഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രഷൻ വരികയാണെങ്കിൽ ഇവിടെ 20ആയി, ഇവിടെ 30ആയി, ഇവിടെ 40ആയി. അപ്പോൾ അടുത്തതിൽ എത്രയായിരുന്നു വരേണ്ടത്? 50 ആണല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാമല്ലോ 100, 150 എന്നാണ് അല്ലേ. 150 എന്നായിരിക്കും അടുത്ത ക്ലാസ് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇങ്ങോട്ട് പുറകോട്ട് വരുമ്പോഴോ, ഇവിടെ പുറകോട്ട് നോക്കുകയാണെങ്കിൽ 50, 40, 30, 20, പിന്നെ 10ൻ്റെ ഡിഫറൻസ് വരാവുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും നമുക്ക് ക്ലാസ് ഇൻ്റർവൽ വരിക? 0 to 10 ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ക്ലാസ് ഇൻ്റർവൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഉള്ളൂ. നമ്മൾ 0 to 10 എഴുതി. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയ 2 ക്ലാസ് ഇൻ്റർവൽ അല്ലേ. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മിഡ് വാല്യൂ എടുക്കുന്നു. എഫ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന എഫ് തന്നെ എടുത്തെഴുതുന്നു. ദെൻ എഫ് എക്സ് കണ്ടുപിടിക്കുന്നു. സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ അല്ലേ. നമുക്ക് 73.67 എന്ന് നമുക്ക് ആൻസറും കിട്ടും. ഇനി നമുക്ക് കമ്പൈൻഡ് മീനിനെ കുറിച്ച് പഠിക്കണം. ഇപ്പോൾ കമ്പൈൻഡ് മീൻ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കമ്പൈൻഡ് മീനിൽ പരിധിയിൽ വരാത്ത ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കമ്പൈൻഡ് മീൻ അതിൽ ഉൾപ്പെടുന്ന പ്രോബ്ലംസ് എല്ലാം കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കമ്പൈൻഡ് മീനിൽ വരുന്നതല്ല. നമുക്ക് ആവറേജ് റെയിൻഫോൾ ഓഫ് മൂന്നാർ ഫ്രം മൺഡേ ടു സാറ്റർഡേ വാസ് 3 സെൻറ്റിമീറ്റർ. മൂന്നാറിൽ പെയ്ത ആ ഒരു മഴയുടെ അളവെന്ന് പറയുന്നത്, മഴയുടെ അളവൊക്കെ പറയുന്നത് നമ്മുടെ സെൻറ്റിമീറ്ററിലാണല്ലേ. അപ്പോൾ അത് ആവറേജ് റെയിൻഫോൾ, അതിൻ്റെ ആവറേജ് എത്ര മഴ പെയ്തു എന്നുള്ളതാണ്. 3 സെൻറ്റിമീറ്ററാണ് മഴ പെയ്തത്. ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണ്? ഫ്രം മൺഡേ ടു സാറ്റർഡേ അല്ലേ. മൺഡേ ടു സാറ്റർഡേ നമുക്ക് 6 ദിവസങ്ങളുണ്ട്. അപ്പോൾ 6 ദിവസങ്ങൾ കൊണ്ട് 3 സെൻറ്റിമീറ്റർ ആവറേജ് മഴ പെയ്തു.
3 സെൻറ്റിമീറ്റർ ആവറേജാണ് മഴ പെയ്തത്. അപ്പോൾ ടോട്ടൽ മഴ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? 6×3 അല്ലേ? 6×3 അല്ലെങ്കിൽ 3×6 നമുക്ക് 18 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ആവറേജാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ദിവസങ്ങളുടെ എണ്ണവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ എന്നുള്ളത് 6 ദിവസങ്ങൾ കൊണ്ടായിരുന്ന, അപ്പോൾ മൊത്തം എത്ര സെൻറ്റിമീറ്റർ? 6 ദിവസം കൊണ്ട് മൊത്തം എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു? 18 സെൻറ്റിമീറ്റർ മഴ പെയ്തു അല്ലേ? അതാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. ടോട്ടൽ റെയിൻഫോൾ ഫോർ 6 days 3×6 അല്ലേ? 18 സെൻറ്റിമീറ്റർ. ഇനി ഡ്യൂ ടു ഹെവി റെയിൻഫോൾ ഓൺ സൺഡേ, അതിനുശേഷം ലാസ്റ്റ് ഡേയിൽ, അതായത് ശനിയാഴ്ച കഴിഞ്ഞ് അടുത്ത ദിവസം ഞായറാഴ്ച ഹെവി ആയിട്ടൊരു റെയിൻഫോൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് ആവറേജ് റെയിൻഫോൾ ഫോർ ദി വീക്ക്, അതായത് ഒരു ആഴ്ചയിൽ, അതായത് 7 ദിവസത്തെയും കൂടെ ആവറേജ് നോക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ മഴയാണ് പെയ്തത് അല്ലേ? 3-ൽ നിന്ന് പെട്ടെന്ന് തന്നെ 5-ലേക്ക് കൂടാനുള്ള കാരണം എന്താണ്? 7ാമത്തെ ദിവസം ഞായറാഴ്ച ഹെവി റെയിൻ ഉണ്ടായി അല്ലേ? നല്ല രീതിയിലുള്ള മഴയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് 5 സെൻറ്റിമീറ്റർ മഴ ആയിട്ട് മാറി. ആവറേജ് അല്ലേ? ആവറേജ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദി റെയിൻഫോൾ ഓൺ സൺഡേ, അതായത് സൺഡേയിൽ മാത്രമായിട്ട് എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം നമ്മൾ 6 ദിവസത്തെ ടോട്ടൽ റെയിൻഫോൾ ഇൻ സെൻറ്റിമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 7 ദിവസത്തെ ടോട്ടൽ റെയിൻഫോൾ കണ്ടുപിടിക്കാമല്ലോ. അതായത് സൺഡേ ഉൾപ്പെടെയുള്ളത്. സൺഡേയിൽ നമുക്ക് ആവറേജ് സെൻറ്റിമീറ്റർ പറഞ്ഞിട്ടുണ്ടല്ലേ? സൺഡേ ഉൾപ്പെടെയുള്ള 7 ദിവസത്തെ 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 7 ദിവസത്തും കൊണ്ട് എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തിട്ടുണ്ട്? 35 സെൻറ്റിമീറ്റർ അല്ലേ? അതായത് 5×7 അല്ലേ? അതല്ലെങ്കിൽ 7×5 നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു ആവറേജ് അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ 35 സെൻറ്റിമീറ്റർ കണ്ടുപിടിച്ചു. അപ്പോൾ 6 ദിവസത്തെ 18 സെൻറ്റിമീറ്റർ, 7 ദിവസത്തെ 35 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ദിവസം വ്യത്യാസം അല്ലേ? 6ഉം 7ഉം തമ്മിലുള്ള ഒറ്റ ദിവസം വ്യത്യാസം. അതായത് ഞായറാഴ്ചത്തെ സെൻറ്റിമീറ്റർ എത്ര സെൻറ്റിമീറ്ററാണ് മഴ പെയ്തത്? 35 - 18 17 സെൻറ്റിമീറ്റർ അല്ലേ? ഈ 35 7ൽ നിന്ന് 7ൻ്റെ ടോട്ടൽ 7 ദിവസവും പെയ്ത മഴയുടെ ടോട്ടലിൽ നിന്നും 6 ദിവസം പെയ്ത മഴയുടെ ടോട്ടലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നില്ല. അത് നമ്മൾ ഡിഫറൻസ് ആണ് 7ാമത്തെ ദിവസം പെയ്ത മഴ അല്ലേ? 17 സെൻറ്റിമീറ്ററോടെ പെയ്തു അല്ലേ? അതായത് 18ൻ്റെ കൂടെ 17 സെൻറ്റിമീറ്ററോടെ പെയ്തിട്ടാണ് 35 ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആവറേജ് തന്നിരിക്കുന്നതെങ്കിൽ ടോട്ടൽ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ 2 ദിവസങ്ങൾ തമ്മിലുള്ള 2 സെറ്റായിട്ട്, അത് ആദ്യത്തെ 6 ദിവസത്തെ പറഞ്ഞു, പിന്നെ 7 ദിവസത്തെ പറഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ദിവസത്തെ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. ഇതുപോലെ 17 സെൻറ്റിമീറ്റർ നമുക്കത് കണ്ടെത്താൻ സാധിക്കും അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെവലുള്ള പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വരാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ്സിനെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്